കുടുംബ പ്രേക്ഷകരെ മൊത്തം ഞെട്ടിച്ച വാർത്തയായിരുന്നു നടി രഞ്ജിഷയുടെ പെട്ടെന്നുള്ള മരണം. താരത്തിന്റെ വിയോഗത്തിന് പിന്നാലെ തന്നെ താരത്തിനെ മോശമായി ചിത്രീകരിച്ച് പല വാർത്തകളും പ്രചരിച്ചിരുന്നു. ഇപ്പോഴിതാ ഇത്തരം പ്രചരണങ്ങൾക്കെല്ലാം രഞ്ജിഷയുടെ സുഹൃത്തും നടിയുമായ സരിത ബാലകൃഷ്ണൻ നൽകിയ മറുപടി ശ്രദ്ധ നേടുകയാണ്. തന്റെ യൂട്യൂബ് ചാനലിലൂടെയായിരുന്നു സരിതയുടെ പ്രതികരണം. രഞ്ജിഷയെ 3 വർഷമായി അറിയാം. കുക്കറി ഷോയിലൂടെയാണ് പരിചയപ്പെടുന്നത്. ഞാൻ പോലും അറിയാതെ എൻ്റെ നല്ല സുഹൃത്തായി മാറുകയായിരുന്നു. ഒട്ടുമിക്ക കാര്യങ്ങളും എന്നോട് പറയുമായിരുന്നു. അവളുടെ സാഹചര്യം എനിക്കറിയാം. യൂട്യൂബിൽ കാണുന്നത് പോലെ കടങ്ങളോ സാമ്പത്തിക ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടായിരുന്നില്ല. നല്ല സാമ്പത്തികമുള്ള കുടുംബമാണ്. അച്ഛൻ സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നുവെന്നും സരിത പറയുന്നു. സ്വന്തമായി 2 നില വീടുണ്ടായിരുന്നു. ഒരു വീട് നിർമ്മിച്ച് വാടകയ്ക്ക് നൽകിയിരുന്നു. ഈ അടുത്ത് കുറച്ച് സ്ഥലം വാങ്ങിയിരുന്നു. അവിടെ വീട് വെച്ച് വാടകയ്ക്ക് നൽകാനായിരുന്നു ആലോചന. തനിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടില്ലെന്നും 2 സെന്റ് വിറ്റാൽ തീരുന്നത്ര സാമ്പത്തിക പ്രശ്നമേയുള്ളൂവെന്നും പറഞ്ഞിരുന്നു. മാനസികമാണ് തന്റെ പ്രശ്നമെന്നാണ് രഞ്ജിഷ പറഞ്ഞിരുന്നതെന്നും സരിത പറയുന്നു. കുടുംബജീവിതം രഞ്ജിഷ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. രഞ്ജിഷയെ അറിയുന്നവർക്കതറിയാം. അഭിനയത്തേക്കാൾ കൂടുതൽ അവളൊരു കുടുംബജീവിതം ആഗ്രഹിച്ചിരുന്നു. മിസിസ് ഹിറ്റ്ലറിലൂടെയാണ് രഞ്ജിഷ മനോജ് ശ്രീലകവുമായി അടുക്കുന്നത്. നേരത്തെയും സുഹൃത്തുക്കളായിരുന്നു. മനോജും കുടുംബവുമായി അകന്നു കഴിയുകയായിരുന്നു. രഞ്ജിഷ 2 കുട്ടികളുള്ളയാളെ ഭാര്യയിൽ നിന്നും തട്ടിയെടുത്തുവെന്ന് ചില കമൻറ്റുകൾ കണ്ടിരുന്നു. അത് സത്യമല്ല. 2 പേരും വർഷങ്ങളായി വേർപിരിഞ്ഞു കഴിയുന്നവരാണെന്ന് സരിത ചൂണ്ടിക്കാണിക്കുന്നു. ഇവർ അടുത്തതോടെയാണ് ഒരുമിച്ച് താമസിക്കാൻ തീരുമാനിക്കുന്നത്. 2 പേരും ഔദ്യോഗികമായി ഡിവോഴ്സ് ചെയ്തിട്ടില്ല. അതിനാലാണ് ലിവ് ഇൻ ടുഗദറിലേക്ക് പോയത്. വിവാഹം കഴിക്കാൻ സാധിക്കുമായിരുന്നില്ല. അതാണ് സത്യം. മകൾ ലച്ചുവിനോട് അവൾക്ക് ഭയങ്കര സ്നേഹമായിരുന്നു. അവളുടെ അമ്മയെക്കുറിച്ചും എപ്പോഴും പറയുമായിരുന്നു. തനിക്ക് വേണ്ടിയാണ് അമ്മ തൻ്റെ ഭാവി കളഞ്ഞതെന്നും താൻ ജീവിക്കുന്നത് മകൾക്കും അമ്മയ്ക്കും വേണ്ടിയാണെന്ന് പറയുമായിരുന്നുവെന്നും സരിത ഓർക്കുന്നു. മരണത്തെക്കുറിച്ച് പേടിയുള്ളവളായിരുന്നു. മരിക്കുവാണെങ്കിൽ എൻ്റെ കുഞ്ഞിൻ്റെ മുഖം കണ്ടിട്ട് മരിക്കണം എന്ന് പറയുന്നവളാണ്. കൊളസ്ട്രോൾ കൂടിയപ്പോഴും പേടിച്ച് ഞാൻ മരിച്ചു പോകുമോ എന്ന് പറഞ്ഞ് കരഞ്ഞവളാണ്. ഞാൻ മരിച്ചാൽ എൻ്റെ കുഞ്ഞിന് ആരുണ്ടെന്ന് ചോദിക്കും. അങ്ങനെ പറഞ്ഞവൾ ആത്മഹത്യ ചെയ്തു എന്നത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഒരു പക്ഷേ എല്ലാ കാര്യങ്ങളും എന്നോട് പങ്കുവച്ചിട്ടുണ്ടാകില്ല. നല്ലൊരു സുഹൃത്തിനെ കിട്ടാത്തത് കൊണ്ടാകാം അതെന്നും സരിത അഭിപ്രായപ്പെടുന്നു. ജീവിതം ആസ്വദിക്കണമെന്ന് കരുതുന്നവളായിരുന്നു. മകളെക്കുറിച്ച് എപ്പോഴും സംസാരിക്കുമായിരുന്നു. അവൾ ഇങ്ങനെ ചെയ്യണമെങ്കിൽ അവളുടെ മനസ്സിൽ അത്രയും വിഷമമുണ്ടാകണം. അതും അവളുടെ പിറന്നാൾ ദിവസം. മറ്റുള്ളവരെ ചിരിപ്പിക്കാൻ ശ്രമിക്കുന്നവളായിരുന്നു. വിദേശത്ത് ജോലി നോക്കണമെന്നും പറയുമായിരുന്നു. ജീവിക്കാൻ ഒരുപാട് ആഗ്രഹിച്ചവളാണ്. എന്തിനിങ്ങനെ ചെയ്തുവെന്ന് അറിയില്ലെന്നാണ് സരിത പറയുന്നത്. നെഗറ്റീവ് കമൻ്റ് ഇടുന്നവരോട് പറയാനുള്ളത്, അവൾ ആരെയും തട്ടിയെടുത്തിട്ടില്ല. പിരിഞ്ഞു നിൽക്കുകയായിരുന്നു അവളും അദ്ദേഹവും. അവളെ ഇങ്ങനെ കുറ്റം പറയരുത്. അവളെ അറിയുന്നവർക്ക് വേദനിക്കുമെന്നും സരിത വികാരഭരിതയാവുന്നു.